ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരി ഓം. ശ്രീമദ് ഭാഗവത കഥാവിചാരത്തിൽ ചതുർത്ഥ സ്കന്ധത്തിൽ 8-ാം അധ്യായം മുതലാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്നത്. ധ്രുവചരിതം കഥയാണ് വരുന്നത്. ഈ അധ്യായത്തിൽ ധ്രുവന്റെ കഥ പറയുന്നതിന് മുന്നോടിയായി അധർമ്മത്തിൻ്റെ വംശവർണ്ണനയാണ് ആദ്യം വരുന്നത്. മൈത്രേയ മഹർഷി വിതുരനോട് പറയാൻ തുടങ്ങുന്നു. സനകൻ, സനന്ദനൻ, സനാതനൻ, സനൽകുമാരൻ, ഇവരാണല്ലോ സനകാദികൾ. അതുപോലെ നാരദൻ, ഋഭു, ഹംസൻ, അരുണി, യതി, ഇവർ ബ്രഹ്മദേവന്റെ പുത്രന്മാരാണ്, മാനസപുത്രന്മാർ. കാരണം ആദ്യം ബ്രഹ്മദേവൻ സങ്കല്പ സൃഷ്ടിയായിരുന്നു ചെയ്തിരുന്നത്. മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നു, ആ സങ്കല്പം പ്രകടമായിത്തീരുന്നു. മനസ്സിന് സങ്കല്പശക്തിയുണ്ട്. നമ്മുടെ സങ്കല്പങ്ങൾ ദുർബലമായതുകൊണ്ട് ആ സങ്കല്പങ്ങൾ സാക്ഷാത്കാരമാവുന്നില്ല. എന്നാൽ യോഗികൾക്കൊക്കെ സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. കാരണം അവരുടെ സങ്കല്പം ദൃഢമാണ്, ശുദ്ധമാണ്, തപസ്സിൻ്റെ പിൻബലമുള്ളതാണ്. നമുക്കറിയാം, ബ്രഹ്മദേവനും വളരെ കാലം തപസ് ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹം നേടിയാണ് സൃഷ്ടിക്ക് പുറപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സങ്കല്പിച്ചാലും അത് സഫലമായിത്തീരും. അതുകൊണ്ടാണ് സങ്കല്പ സൃഷ്ടി, അതിനുള്ള സാമർഥ്യമുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം സങ്കല്പം കൊണ്ട് സനകാദികളെ സൃഷ്ടിച്ചത്. പക്ഷേ തപസ്സുകൊണ്ട് വളരെ പരിശുദ്ധരായതുകൊണ്ട് തന്നെ അവർക്ക് വിഷയവാസനകളിൽ താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ നൈഷ്ഠിക ബ്രഹ്മചാരികളായി. അവരാരും ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചില്ല. പിന്നീട് അധർമ്മ സൃഷ്ടികളാണ് വരുന്നത്. ഈ അധർമ്മ സൃഷ്ടിയെക്കുറിച്ചിട്ട് പറയുന്നു. അധർമ്മത്തിൻ്റെ ഭാര്യയാണ് മൃഷ എന്ന് പറയുന്നത്. മൃഷ എന്ന് പറഞ്ഞ കളവ്. അവൾക്ക് 2 മക്കളുണ്ടായി. ദംഭൻ എന്നുള്ള പുത്രനും മായ എന്ന് പറയുന്ന പെൺകുട്ടിയും. സന്താനങ്ങളില്ലാതിരുന്നതായ നിരുതി ആ 2 കുട്ടികളെയും ദത്തെടുത്തു. അങ്ങനെ അവർ വളർന്നു വന്ന സമയത്ത് വിവാഹം ചെയ്തു ദമ്പതിമാരായി തീർന്നു. അവർക്കുണ്ടായ മക്കളാണ് ലോഭം എന്ന പുത്രനും നികൃതി എന്ന് പറയുന്ന പുത്രിയുണ്ടായി. നിരൃതി എന്നുള്ള അല്ലെങ്കിൽ നികൃതി എന്ന് പറയുന്നതായ പുത്രിയുണ്ടായി. യൗവനയുക്തരായി അവർ വിവാഹം കഴിച്ചു. അവരുടെ പുത്രനാണ് ക്രോധവും അതുപോലെ പെൺകുട്ടിയായി ഹിംസയുണ്ടായി. അവരും യഥാകാലം ദമ്പതികളായി തീർന്നു. അവർക്ക് ഒരു പുത്രനും ഒരു പുത്രിയുണ്ടായി. പുത്രൻ്റെ പേരാണ് കലി എന്നുള്ളതും പുത്രിയുടെ പേര് ദുരുക്തി എന്ന് പറയുന്നു. കലി ദുരുക്തിയെ വിവാഹം ചെയ്തു. കലിക്ക് ദുരുക്തിയിൽ ഭയൻ എന്ന പുത്രനും മൃത്യു എന്നതായ പുത്രിയുണ്ടായി. ഭയനും മൃത്യുവും ദമ്പതികളായി തീർന്നു. അവരുടെ സന്തതികളായിരുന്നു യാതന എന്നവളും നിരയം എന്നവനും. ഇത് അധർമ്മത്തിൻ്റെ വംശമായതുകൊണ്ട് തന്നെ ഇവിടെ സഹോദരീ സഹോദരന്മാരൊക്കെ തമ്മിലുള്ള വിവാഹം നിഷിദ്ധമല്ല. മൊത്തം സഹോദരീ സഹോദരങ്ങളാണ് വിവാഹം കഴിക്കുന്നത്. ഇപ്പോൾ അധർമ്മത്തിൻ്റെ വംശമായതുകൊണ്ട് അധർമ്മത്തിൽ അതിലൊന്നും യാതൊരു അത്ഭുതവും ഇല്ല എന്നുള്ളതാണ്. കാരണം അധർമ്മത്തിൽ എന്തും ചെയ്യാമല്ലോ. അങ്ങനെ അല്ലയോ വിതുര, അധർമ്മത്തിൻ്റെ സന്തതി പരമ്പരകളെ ഞാൻ ചുരുക്കി പറഞ്ഞു തന്നു കഴിഞ്ഞു. അധർമ്മത്തിൻ്റെ ഈ വംശവർണ്ണന 3 പ്രാവശ്യം കേട്ടാൽ തന്നെ അവയെ വർജിക്കാനും മനസ്സിൻ്റെ മാലിന്യങ്ങളെ അകറ്റാനും കഴിയും എന്ന് പറഞ്ഞിട്ടാണ് ഈ വംശവർദ്ധന കഴിയുന്നത്.
ഈ വംശവർദ്ധനയിലൊരു പ്രത്യേകത സൂചിപ്പിക്കുന്നുണ്ട് വേദവ്യാസ മഹർഷി. അധർമ്മം ഉണ്ടെങ്കിൽ മൃഷ എന്ന് പറഞ്ഞാൽ കളവ്. അധർമ്മം ചെയ്യുമ്പോൾ കളവ് സ്വാഭാവികമായിട്ടും വരും. അങ്ങനെയാണല്ലോ, അതിനെ മറയ്ക്കാൻ വേണ്ടി താൻ ചെയ്തതായിട്ടുള്ള തെറ്റുകളെ, അന്യായങ്ങളെ മറയ്ക്കാൻ വേണ്ടി കളവ് പറയും. അതാണ് അധർമ്മൻ്റെ ഭാര്യ. അധർമ്മത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നവളാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ കൂടെയുള്ളവൾ എന്നാണല്ലോ അർത്ഥം. അപ്പോൾ അധർമ്മത്തിൻ്റെ കൂടെ എപ്പോഴും കളവുണ്ടാവും. അതാണ് അധർമ്മത്തിൻ്റെ ഭാര്യ മൃഷ എന്ന് പറയുന്നത്. അപ്പോൾ അധർമ്മവും കളവും കൂടിച്ചേരുന്ന സമയത്ത് ഉണ്ടാകുന്ന രണ്ട് മക്കളാണ്. അതിൻ്റെ സന്തതി പരമ്പരയാണ് ദംഭവും മായയും. ദംഭ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇല്ലാത്തത് ഉണ്ടെന്ന് കാണിക്കുന്നതായിട്ടുള്ള ഭാവം, പൊങ്ങച്ചം പറയുക എന്നുള്ളത് തന്നെ. മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളവിൻ്റെ മറ്റൊരു ഭാവമാണല്ലോ മായാവിത്തരം, മായ എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് മക്കളുണ്ടായി. ഈ ദംഭും മായയും കൂടി ചേരുമ്പോൾ അതിലുണ്ടാകുന്നതാണ് ലോഭം, നിർവൃതി. ലോഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എത്രയായാലും പോരാന്നുള്ള തോന്നൽ, ഉള്ളത് വിടാൻ സാധിക്കാത്തതായിട്ടുള്ള അവസ്ഥയും. അങ്ങനെ അതും കഴിഞ്ഞ സമയത്ത് ആ ലോഭത്തിൽ നിന്ന് പിന്നീടുണ്ടായത് ക്രോധമാണ്, ഹിംസയും. ഉള്ളത് ചെലവഴിക്കാൻ സാധ്യമല്ല, പോരാത്തതിന് ഏതെങ്കിലുമൊക്കെ നിലയ്ക്ക് മറ്റുള്ളവരുടെ സമ്പത്ത് വെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പറ്റിച്ചിട്ട് ഉണ്ടാക്കണം എന്ന് തോന്നുന്ന സമയത്ത് താൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ക്രോധം വരും. അങ്ങനെയാണല്ലോ ക്രോധം ഉണ്ടാകുന്നത്, ദേഷ്യം വരും. താൻ വളരെ ബുദ്ധിമുട്ടി സമ്പാദിക്കുന്നത് ചെലവഴിക്കുമ്പോഴും, താൻ ഓരോ കാര്യങ്ങൾ വിചാരിക്കുന്നു, അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ സമ്പാദിക്കുമ്പോഴും അതിന് തടസ്സം വരുമ്പോൾ ക്രോധം വരും. ക്രോധം വന്നാൽ പിന്നെ ഹിംസയാണ്. അങ്ങനെയാണല്ലോ, ആദ്യം ദേഷ്യം കലശലായി വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അടിപിടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ക്രോധവും ഹിംസയും കൂടി ചേരുമ്പോൾ അതിലുണ്ടാകുന്ന സന്താനങ്ങളാണ് കലി, ദുരുക്തി. ക്രോധം വരുമ്പോൾ നമ്മൾ കലി കൊണ്ട് വിറയ്ക്കുക എന്നൊക്കെ പറയില്ലേ, അടിമുടി ദേഷ്യം വന്ന് ആകെ സ്വയം നിയന്ത്രണം വിട്ട് നിൽക്കുന്നതായിട്ടുള്ള അവസ്ഥയാണ് കലി എന്ന് പറയുന്നത്. ഇടയ്ക്ക് പറയാറുണ്ടല്ലോ, ഞാൻ കലി കയറി നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നന്നായി ദേഷ്യം വന്ന് ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് കലി എന്ന് പറഞ്ഞു. ആ കലിയുടെ കൂടെ ഉണ്ടാകുന്നതാണ് ദുരുക്തി. പിന്നെ വായി തോന്നിയത് മുഴുവൻ വിളിച്ചു പറയും. ദുർവാക്കുകളെയാണ് ദുരുക്തി എന്ന് പറയുന്നത്. ദേഷ്യം വന്ന് കണ്ണ് കാണാതെ നിൽക്കുമ്പോൾ അത് എന്തൊക്കെയാണ് പറയുക എന്നുള്ളതിന് ഒരു നിയന്ത്രണവും ഉണ്ടാവില്ല. നമ്മൾ അറിയാതെ തന്നെ പലതും വായിൽ വരും. ദേഷ്യം വന്ന് നിയന്ത്രണം പോയി നിൽക്കുമ്പോൾ നല്ല വാക്കുകളൊന്നും ആവില്ല വരിക. അതാണ് ദുരുക്തി എന്ന് പറയുന്നത്. ഈ കലിയും ദുരുക്തിയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നത് ഭയൻ എന്ന പുത്രനും മൃത്യു എന്ന പുത്രിയുമാണ്. അതായത് വായി തോന്നി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രണമൊക്കെ താനെ വന്ന് ദേഷ്യമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഭയം ഉണ്ടാവും. കാരണം ശക്തനായിട്ടുള്ള ആളോട് പോയി വായി തോന്നിയതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് എന്ത് കിട്ടുമെന്ന് ആലോചിച്ച് ഭയം ഉണ്ടാവും. പിന്നെ മരണവും ഉണ്ടാവും. അപ്പോൾ ഈ ഭയനും മൃത്യുവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നതാണ് നിരയം, യാതന എന്നിങ്ങനെ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും. നിരയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകം, നരകത്തിലുണ്ടാകുന്ന യാതന എന്ന് പറഞ്ഞാൽ ദുഃഖം. അപ്പോൾ ഇങ്ങനെയുള്ള അധർമ്മത്തിൻ്റെ വഴിക്ക് പോയി വേണ്ടാത്ത പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ അവസാനം നരകത്തിലെത്തും, അവിടെ യാതനകൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതൊരു വംശപരമ്പരയായിട്ട് കാണിക്കുകയാണ്. എങ്ങനെയാണ് ആ കർമ്മങ്ങൾ എത്തുന്നത്, എന്തൊക്കെയാണ് അതിൽ സംഭവിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ഈ വംശവർണ്ണന 3 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ മനസ്സ് നേരെയാവും. കാരണം അധർമ്മത്തിൻ്റെ വഴിക്ക് പോയി നരകത്തിൽ എത്തിച്ചേർന്ന് അവിടുത്തെ പല പീഡനങ്ങളും അനുഭവിക്കേണ്ടി വരും, പീഡകളും സഹിക്കേണ്ടി വരും എന്നുള്ളത് കേട്ട് കഴിഞ്ഞാൽ തന്നെ അധർമ്മത്തിൻ്റെ വഴിക്ക് തിരിയില്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെ പറഞ്ഞത്. ഇനി ഞാൻ പരമകീർത്തിമാനായിട്ടുള്ള സ്വയംഭുവ മനുവിൻ്റെ വംശത്തെ വീണ്ടും പറയാം. വിഷ്ണു ഭഗവാന്റെ അംശമായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ പുത്രനാണല്ലോ മനു. അദ്ദേഹത്തിൻ്റെ പത്നിയായിരുന്നു ശതരൂപ. ആ ശതരൂപ എന്ന പത്നിയിൽ സ്വയംഭുവ മനുവിന് പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നിങ്ങനെ 2 പുത്രന്മാരും ഉണ്ടായി. ആകൂതി, ദേവഹൂതി, പ്രസൂതി എന്നിങ്ങനെ 3 പെൺകുട്ടികളുടെ ചരിത്രം മുമ്പ് പറഞ്ഞുവല്ലോ.
ഇപ്പോൾ ആൺകുട്ടികളുടെ വംശത്തെയാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ഉത്താനപാദൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഈ ഉത്താനപാദന് 2 പത്നിമാരുണ്ടായിരുന്നു, സുനീതിയും സുരുചിയും. അവരിൽ ആദ്യം വിവാഹം കഴിച്ചത് സുനീതിയാണ്. ഈ സുനീതി വളരെ സദ്ഗുണസമ്പന്നയായിരുന്നു. എന്നാൽ സുരുചിയാകട്ടെ വളരെ സുന്ദരിയാണ്, പക്ഷെ സ്വഭാവം അത്ര നല്ലതല്ല. സുരുചിയുടെ അത്ര സുന്ദരിയല്ല സുനീതി, പക്ഷേ വളരെ സദ്ഗുണങ്ങളും നിറഞ്ഞവളായിരുന്നു. അങ്ങനെ രാജാവിന് ആദ്യം അദ്ദേഹം വിവാഹം കഴിച്ച അദ്ദേഹത്തിൻ്റെ പട്ടറാണിയായിട്ടുള്ളത് ഈ സുനീതിയാണെങ്കിൽ കൂടി സന്താനങ്ങളില്ലാതെയാണല്ലോ പിന്നീട് സുരുചിയെ വിവാഹം കഴിക്കുന്നത്. ആ സുരുചിയെ വിവാഹം കഴിച്ചു കുറച്ചു കാലം കഴിഞ്ഞു. അതിനുശേഷമാണ് അവർക്ക് 2 പേർക്കും ഗർഭമുണ്ടാകുന്നതും 2 പേർക്കും 2 കുട്ടികളുണ്ടാകുന്നതും. അങ്ങനെ സുനീതിയുടെ മകൻ ധ്രുവനും സുരുചിയുടെ മകൻ ഉത്തമനും. 2 കുട്ടികളും ഏകദേശം തുല്യപ്രായക്കാരായിരുന്നു. ധ്രുവൻ കുറച്ച് ദിവസങ്ങൾക്ക് മൂപ്പുള്ളവനായിരുന്നു. അങ്ങനെ ഏകദേശം കുട്ടികൾക്ക് 5 വയസ്സ് പ്രായമായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഉത്താനപാദ രാജാവ് സിംഹാസനത്തിലിരുന്ന് ഉത്തമനെ മടിയിലെടുത്ത് വെച്ച് ലാളിക്കുകയായിരുന്നു. കുട്ടികൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ വന്നു. അങ്ങനെ വന്ന സമയത്ത് ഉത്തമൻ നേരെ ഓടി വന്ന് അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്നു. രാജാവ് ലാളിക്കാൻ തുടങ്ങി. ഇത് കണ്ട സമയത്ത് ധ്രുവനും അച്ഛൻ്റെ മടിയിലിരിക്കാൻ വലിയ ആഗ്രഹം തോന്നി. അച്ഛൻ്റെ സമീപത്തേക്ക് ഓടിച്ചെന്നു. ധ്രുവനെ താൻ ലാളിക്കുന്നത് സുരുചിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ മടിയിലേക്ക് കയറാൻ ശ്രമിച്ചതായിട്ടുള്ള ആ ധ്രുവനെ രാജാവ് മടിയിലേക്ക് എടുത്തു വച്ചില്ല എന്ന് മാത്രമല്ല, അത് കണ്ടതായിട്ടുള്ള സുരുചിയാകട്ടെ മടിയിലേക്ക് കയറാൻ പരിശ്രമിക്കുന്നതായിട്ടുള്ള ആ കുട്ടിയെ വലിച്ച് താഴെ ഇറക്കുന്നു. എന്നിട്ട് ഗർവോടുകൂടി ആ കുട്ടിയോട് പറയണു, ഉണ്ണി, നിനക്ക് രാജാവിൻ്റെ മടിയിൽ കയറി ഇരിക്കാൻ തക്ക യാതൊരു യോഗ്യതയുമില്ല. നീ രാജകുമാരനൊക്കെ ആയിരിക്കാം, പക്ഷേ എൻ്റെ മകനായിട്ടല്ല നീ ജനിച്ചത്. രാജാവിൻ്റെ മടിയിലും സിംഹാസനത്തിലൊക്കെ ഇരിക്കാനുള്ള അധികാരം എൻ്റെ മകന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ഗർഭത്തിൽ ജനിക്കുന്നതായിട്ടുള്ള കുഞ്ഞിന് മാത്രമേ ഉള്ളൂ. നീ ചിലപ്പോൾ കൊച്ചുകുട്ടിയായതുകൊണ്ട് ഈ വിവരം നിനക്കറിയാത്തതാണ്. രാജാവിൻ്റെ മടിയിലോ സിംഹാസനത്തിലോ ഇരിക്കണം എന്നുള്ള നിൻ്റെ ആഗ്രഹം ഒരിക്കലും സഫലമായി തീരാൻ പോകുന്നില്ല. ഇനി ഈ രാജാവിൻ്റെ മടിയിലോ അല്ലെങ്കിൽ സിംഹാസനത്തിലോ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഞാനൊരു വഴി പറഞ്ഞു തരാം. നീ പോയി നാരായണനെ തപസ് ചെയ്യൂ. അങ്ങനെ ഭഗവാനെ പ്രത്യക്ഷമാക്കിയിട്ട് ഭഗവാനിൽ നിന്നും എൻ്റെ മകനായി ജനിക്കാനുള്ള വരം വാങ്ങിയിട്ട് വരൂ എന്ന് പറയുകയാണ്. നവത്സാന്ദ്രപതേർധിഷ്ണ്യം ഭവാൻ ആരോഢുമർഹതി ന ഗൃഹീതോ മയാ യത്വം കുക്ഷാവപി നൃപാത്മജാം. ഹേ ഉണ്ണി, ഈ സിംഹാസനത്തിൽ കയറിയിരിക്കാൻ നിനക്ക് അധികാരമില്ല. അതിന് കാരണം എൻ്റെ ഗർഭത്തിൽ, എൻ്റെ വയറ്റിൽ നീ ജനിച്ചില്ല എന്നുള്ളതാണ് അതിന് കാരണം എന്നിവിടെ ഈ സുരുചി പറയുകയാണ് ചെയ്യുന്നത്. ഈ സുരുചിക്ക് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാജാവിന് സുരുചിയോട് കുറച്ച് പ്രീതി കൂടുതലായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞു. ആ പ്രീതി കൂടിയതിൻ്റെ പരിണതഫലമായിട്ട് ഈ സുരുചി രാജാവിനെ തൻ്റെ വശത്താക്കി ആദ്യം പട്ടറാണിയായിരുന്നതായ ആ സുനീതിയെ ഇപ്പോൾ കൊട്ടാരത്തിലെ ഒരു ദാസിയെപ്പോലെ ആക്കി മാറ്റിയിട്ടുണ്ട്. 2 ഭാര്യമാരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പരസ്പരം ഒരു ഈർഷ്യയും അസൂയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ്റെ സ്ഥാനം കൈയടക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ആ സുനീതിയെ സുരുചി വളരെ തന്ത്രപൂർവം, അല്ലെങ്കിൽ രാജാവിന് അതിന് തക്കതായ വാക്കുകളൊക്കെ പറഞ്ഞ് രാജാവിനെ മയക്കി, അല്ലെങ്കിൽ സുനീതിയുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കാം. ഏതാണെങ്കിലും ഇപ്പോൾ സുനീതിക്ക് കൊട്ടാരത്തിലെ ഒരു ദാസികളുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ. കൊട്ടാരത്തിൽ ഇപ്പോൾ റാണിയായിട്ടിരിക്കുന്നത് സുരുചിയാണ്. അതുകൊണ്ടാണ് അവിടെ രാജാവിൻ്റെ കൂടെ ഇരുന്നതായിട്ടുള്ള റാണി സുരുചി ആ കുഞ്ഞിനെ എടുത്ത് വലിച്ച് താഴെ ഇറക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതും.
പക്ഷെ ഇത്രയൊക്കെ കേട്ടിട്ടും സ്ത്രീജിതനായിരുന്ന ആ രാജാവ് ഒരക്ഷരം മിണ്ടിയില്ല എന്നുള്ളതാണ്. കാരണം സ്ത്രീക്ക് വശംവദനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അത് തൻ്റെ കുഞ്ഞാണെന്നോ ആ കുഞ്ഞിന് സിംഹാസനത്തിൽ ഇരിക്കാനുള്ള അവകാശമുണ്ട് എന്നോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഒരാഗ്രഹമല്ലേ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ രാജാവിന് ചെയ്തു കൊടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതിനൊന്നും ആ പൗരുഷം നഷ്ടപ്പെട്ടതായിട്ടുള്ള രാജാവിന് സാധിച്ചില്ല. കാരണം അത്രയും ഉത്താനപാത രാജാവിനെ സുരുചി നിയന്ത്രണത്തിലാക്കിയിരുന്നു. ഏതാണെങ്കിലും ചെറിയമ്മ ഇങ്ങനെ തന്നെ കഠിനമായി അധിക്ഷേപിച്ച് അത് കണ്ടിട്ടും അച്ഛനൊന്നും മിണ്ടുന്നില്ല എന്നും കണ്ടതോടുകൂടി സങ്കടം താങ്ങാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുട്ടിയായിട്ടുള്ള ധ്രുവൻ അമ്മയുടെ സമീപത്തേക്ക് ഓടിച്ചെന്നു. ദീർഘശ്വാസം വിട്ടുകൊണ്ട് ചുണ്ടുകൾ വിറച്ചും തേങ്ങിക്കരയുന്നതായ തൻ്റെ അടുത്തെത്തിയതായ പുത്രനെ സുനീതി വാരിയെടുത്ത് മടിയിലിരുത്തി നെറുകയിൽ ചുംബിക്കുന്നുണ്ട്, തലയിൽ തലോടുന്നുണ്ട്. എന്തിനാണ് ഉണ്ണി കരയണത് എന്ന് പരിഭ്രമത്തോടെ ചോദിച്ചു. സങ്കടം കൊണ്ട് ധ്രുവന് ഒന്നും പറയാൻ കഴിയുന്നില്ല. കാരണം അത്രയും വലിയതായിട്ടുള്ള ഒരു അപമാനമാണ് ആ കുഞ്ഞ് നേരിട്ടത്. വാസ്തവത്തിൽ ഇത്രയും വലിയ കാര്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളാണ്, അവരുടെ മനസ്സിന് ഉണ്ടാകുന്ന വേദനകൾ പല രീതിയിലായിരിക്കാം. ധ്രുവനൊന്നും പറയാൻ കഴിഞ്ഞില്ല. അന്തഃപുരത്തിലെ ദാസിമാരാണ് സുരുചിയുടെ അധിക്ഷേപ വാക്കുകളെയൊക്കെ സുനീതിയെ അറിയിച്ചത്. അല്ലെങ്കിൽ അവിടെ നടന്ന കാര്യം സുനീതിയെ അറിയിക്കുന്നത് മറ്റ് ദാസികളാണ്. അത് കേട്ടതോടുകൂടി തൻ്റെ കുഞ്ഞിങ്ങനെ കരയുന്നത് കണ്ടതോടുകൂടി ധൈര്യം മുഴുവൻ ചോർന്നു പോയതായ സുനീതി ദീനദീനം കരയണം. കുറേ നേരം കരഞ്ഞിട്ടും ദുഃഖത്തിന് ഒരു അവസാനം കാണാത്തതായിട്ടുള്ള ആ പാവം സ്ത്രീ ദീർഘശ്വാസത്തോടുകൂടി മകനോട് പറഞ്ഞു, ഉണ്ണി, നീ ഒരിക്കലും മറ്റുള്ളവരിൽ കുറ്റം കാണരുത് എന്ന് പറയുകയാണ് സുനീതി. കാരണം നേരത്തെ പറഞ്ഞു സുനീതി വളരെ നല്ല ഒരു അമ്മയാണ്, അല്ലെങ്കിൽ ധർമ്മിഷ്ഠയായിട്ടുള്ളൊരു അമ്മയാണ്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിൻ്റെ ചെറിയ മനസ്സിൽ വിദ്വേഷമല്ല ആ സുനീതി പറഞ്ഞു കൊടുക്കുന്നത്. സത്യം സുരിച്യാഭിഹിതം ഭവാൻമേ യദ്ദുർഭഗായ ഉദരേ ഗൃഹീത സ്തന്യേന വൃദ്ധശ്ച വിലജ്ജതേയാം ഭാര്യേതി വാവോടുമിടസ്പതിർമാം. ഉണ്ണി, തനിക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ദുഃഖമുണ്ടാകുന്ന സമയത്ത് അത് മറ്റുള്ളവർ ചെയ്തതാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരിൽ ഒരിക്കലും കുറ്റം കാണരുത്. കാരണം എല്ലാവരും അവരവരുടെ കർമ്മഫലമാണ് ഉണ്ണി അനുഭവിക്കുന്നത്. നീ ഇപ്പോൾ കരയുന്നത് നിന്റെ പൂർവ്വ കർമ്മഫലമാണ്. രാജാവിൻ്റെ മടിയിൽ ഇരിക്കാൻ നിനക്ക് അർഹതയില്ല എന്ന് സുരുചി അമ്മ പറഞ്ഞത് അക്ഷരം പ്രതി സത്യമാണ്. കാരണം നിർഭാഗ്യവതിയായിട്ടുള്ള എൻ്റെ മകനായല്ലേ നീ ജനിച്ചത്, അങ്ങനെയുള്ള എൻ്റെ പാല് കുടിച്ചല്ലേ നീ വളർന്നത്. മഹാരാജാവ് എന്നെ പത്നിയായിട്ട് കാണാൻ പോലും തയ്യാറാവുന്നില്ല. ചെറിയമ്മ വിദ്വേഷത്തോടെയാണ് പറഞ്ഞത് എങ്കിലും അതിലൊരു കാര്യം സത്യമാണുണ്ണി. ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആരാധിക്കാൻ ആ സുരുചി പറഞ്ഞില്ലേ, അത് സ്വീകരിക്കൂ. കാരണം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണത്. നിനക്ക് ആ സിംഹാസനത്തിൽ ഇരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ ആ ഭഗവാനെ ഭജിക്കൂ. എന്നാൽ ഉത്തമനെ പോലെ നിനക്കും രാജാവിൻ്റെ മടിയിലും അതുപോലെ സിംഹാസനത്തിലും ഇരിക്കാൻ കഴിയും. അതുകൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ തീരുമാനിച്ച് എഴുന്നേൽക്കൂ. സത്യമാണോ എന്ന് സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം നിന്റെ മുത്തച്ഛൻ്റെയും പിതാവായ ബ്രഹ്മദേവന് ബ്രഹ്മാണ്ടത്തിൽ വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ള ബ്രഹ്മപദവി ലഭിച്ചത് ഭഗവാനെ വളരെ കാലം തപസ്സുകൊണ്ട് ആരാധിച്ചതുകൊണ്ടാണ്. നിന്റെ പിതാമഹനായിട്ടുള്ള സ്വായംഭൂവമനുവിന് മന്വന്തരാധിപത്യം കിട്ടിയതും അസംഖ്യം യജ്ഞങ്ങളെ കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിച്ചതിനാലാണ്. അതുകൊണ്ട് തന്നെ മകനെ, ഭക്തവത്സലനായ ഭഗവാനെ ആരാധിക്കൂ. സംസാര ബന്ധത്തിൽ നിന്നുള്ള മോചനത്തെ ആഗ്രഹിക്കുന്ന ആളുകൾ പോലും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പാതാരവിന്ദങ്ങളോട് കൂടിയവനാണ് ആ മഹാപ്രഭു. ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ സകല ദുഃഖങ്ങളും തീരും. മാത്രമല്ല, ഭഗവാൻ ഒഴികെ നിന്റെ ദുഃഖത്തെ തീർക്കാൻ ഞാൻ മറ്റാരെയും കാണുന്നില്ല കുട്ടി എന്ന് പറയുകയാണ്. ആ ഭഗവാനെ ആരാധിക്കാനുള്ള എളുപ്പ വഴി അതും ഞാൻ പറഞ്ഞു തരാം. മറ്റ് സകല ചിന്തകളെയും അകറ്റി ശുദ്ധമായി തീർന്ന മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ചും കൊണ്ട് ദൃഢമായിട്ട് ഭജിക്കൂ. ആ ഭഗവാൻ വളരെ വേഗം പ്രസാദിക്കും. തസ്മിൻ തുഷ്ടേ കിം അപ്രാപ്യം എന്നല്ലേ പറയണത്. ആ ഭഗവാൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ
പിന്നെ ആരുടെ അനുഗ്രഹമാണ് നമുക്ക് ആവശ്യമുള്ളത്? കാരണം പ്രപഞ്ചത്തിന് മുഴുവൻ ചൈതന്യം നൽകുന്നതായ ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ, ആ ഭഗവാൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും നമ്മളെ ദ്രോഹിക്കാനോ ദുഃഖിപ്പിക്കാനോ ആർക്കും സാധിക്കില്ല. എല്ലാവരും ധനദേവതയായിട്ടുള്ള ലക്ഷ്മി ഭഗവതിയെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ആ സാക്ഷാൽ ലക്ഷ്മി ദേവി പോലും ഭഗവാനെ സർവാത്മന ആശ്രയിച്ചവളാണ്. അപ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയ ഒരാൾക്ക് ലക്ഷ്മിയുടെ അനുഗ്രഹം കിട്ടുമെന്ന് പ്രത്യേകിച്ച് പറയാനുണ്ടോ ഉണ്ണി എന്നൊക്കെ പറയുകയാണ്. ഇങ്ങനെ അമ്മ പറഞ്ഞ സാന്ത്വന വാക്കുകളൊക്കെ കേട്ടതായിട്ടുള്ള ധ്രുവൻ അമ്മയെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഒരുവിധം അമ്മയിൽ നിന്നൊക്കെ സമ്മതം വാങ്ങിക്കുകയാണ്. കാരണം കൊച്ചുകുട്ടി തപസ്സിന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മ പെട്ടെന്ന് സമ്മതിക്കില്ല. എങ്കിലും അമ്മയുടെയൊക്കെ അനുവാദം വാങ്ങിച്ച് ആ കുട്ടി തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. പുറത്തേക്ക് ഇറങ്ങുകയാണ്. തപസ് ചെയ്യാനുള്ള ആ കുട്ടിയുടെ കൈമുതൽ നിഷ്കളങ്ക ഹൃദയവും അമ്മയുടെ അനുഗ്രഹവും മാത്രമാണ്. ധ്രുവൻ തപസ്സിന് പുറപ്പെട്ടതായിട്ടുള്ള വിവരം നാരദ മഹർഷി അറിഞ്ഞു. അദ്ദേഹത്തിന് ആശ്ചര്യം തോന്നി. ആ മഹർഷി സ്വയം പറയുന്നുണ്ട്, അഭിമാനക്ഷയത്തെ പൊറുക്കാൻ കഴിയാത്ത ക്ഷത്രിയരുടെ തേജസ് ആശ്ചര്യം തന്നെ. കാരണം ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ കൂടി ഇവൻ ചെറിയമ്മയുടെ ദുർവാക്കുകളെ സഹിക്കുന്നില്ല. ഇങ്ങനെ ചിന്തിച്ച് ധ്രുവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു നാരദ മഹർഷി. കണ്ടതായിട്ടുള്ള സമയത്ത് നാരദ മഹർഷിയെ ഈ ധ്രുവൻ നമസ്കരിക്കുന്നുണ്ട്. കാരണം ആ ഒരു സംസ്കാരം ചെറുപ്പത്തിലേ കിട്ടുന്നതാണല്ലോ. നാരദനെ കണ്ട് പരിചയമൊന്നുമില്ലെങ്കിൽ കൂടി ഒരു മഹാത്മാവാണ് എന്ന് മനസ്സിലായി മഹാത്മാവായിട്ടുള്ള നാരദനെ ധ്രുവൻ നമസ്കരിക്കുന്നുണ്ട്. കാരണം ഗീതയിൽ പറയുന്നുണ്ടല്ലോ, യദ്യദാചരതി ശ്രേഷ്ഠ തത്തദൈവേതരോജന. അച്ഛനമ്മമാർ ചെറുപ്പത്തിൽ ശീലിപ്പിക്കുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് നല്ല ശീലങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടിയതായിട്ടുള്ള കാരണം സുനീതിയുടെ മകനാണ് ധ്രുവൻ. അതുകൊണ്ട് തന്നെ ആ സത് സ്വഭാവങ്ങളൊക്കെയുണ്ട്. നമസ്കരിച്ചതായിട്ടുള്ള ആ ധ്രുവന്റെ ശിരസിൽ 2 കൈകളും വെച്ച് അനുഗ്രഹിച്ചുകൊണ്ട് നാരദ മഹർഷി പറഞ്ഞു, കുഞ്ഞേ, നീ കളിപ്രായത്തിലുള്ള കൊച്ചുകുട്ടിയല്ലേ? അപമാനത്തെയും ബഹുമാനത്തെയും ഒക്കെ തിരിച്ചറിയാത്ത പ്രായത്തിലുള്ളവനല്ലേ? തിരിച്ചറിയാറായി എങ്കിൽ പോലും അതിൽ ആവലാതിപ്പെട്ടതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഉണ്ണി, ദുഃഖത്തിന് കാരണം അവനവൻ്റെ മനസ്സാണ്. എല്ലാവരും സ്വന്തം കർമ്മഫലമാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞെ, ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യൻ ഈശ്വര സങ്കല്പത്തെ കണ്ടറിഞ്ഞ് ഈശ്വരേച്ഛയനുസരിച്ച് വന്നു ചേരുന്ന അനുഭവങ്ങളെ കൊണ്ട് അപ്പോൾ ദുഃഖമായാലും ശരി സുഖമായാലും ശരി സന്തോഷിക്കണം. കാരണം അവരവരുടെ കർമ്മഫലങ്ങളാണ് തനിക്ക് വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കി സുഖമാണെങ്കിൽ അതിൽ അതിയായി മോദിക്കാതെ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ദുഃഖമാണെങ്കിൽ ആ ദുഃഖത്തെ അതിജീവിക്കാനുള്ള വഴികളെ കണ്ടെത്തി, ദുഃഖമാണെങ്കിലും സുഖമാണെങ്കിലും നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ദുഃഖം വരുന്ന സമയത്ത് ആ ദുഃഖത്തെ അതിജീവിക്കാനുള്ള വഴികൾ കണ്ടെത്തി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. സുഖമാണെങ്കിൽ ആ സുഖത്തിൽ മതിമറക്കാതെ കഴിയാവുന്ന കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് നല്ല പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അതും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. കാരണം സുഖസ്യാനന്തരം ദുഃഖം, ദുഃഖസ്യാനന്തരം സുഖം എന്നിങ്ങനെയാണല്ലോ കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദുഃഖം വരുന്ന സമയത്ത് ഓർക്കുക, ഈ ദുഃഖം കഴിയുന്നതാണ്. കാരണം പകൽ കഴിഞ്ഞ് രാത്രി വരുന്നത് പോലെ ദുഃഖം ഒരാളുടെയും ജീവിതത്തിൽ ശാശ്വതമല്ല. അതുകൊണ്ട് ഈ ദുഃഖവും വിട്ടുമാറും. അതുപോലെ സുഖം വരുന്ന സമയത്തും ഓർക്കുക, ഈ സുഖവും എല്ലാ കാലത്തും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ അതിനെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. ഈശ്വര സങ്കല്പത്തെ കണ്ടറിഞ്ഞ് ഈശ്വരേച്ഛ അനുസരിച്ച് വന്നു ചേരുന്ന അനുഭവങ്ങളെ കൊണ്ട് അവ ദുഃഖമായാലും സുഖമായാലും സന്തോഷത്തോടുകൂടി ജീവിക്കുക. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, അമ്മ നിനക്ക് പറഞ്ഞു തന്നതായിട്ടുള്ള ആ വഴി, തപസ്സിൻ്റെ വഴി, അത്ര എളുപ്പമുള്ളതല്ല കുട്ടി. കാരണം യോഗത്തിലൂടെ ഭഗവാനെ ആരാധിച്ച് പ്രീതിപ്പെടുത്താൻ വളരെ വിഷമമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. മഹർഷിമാർ നിസ്സംഗരായി ജീവിച്ചുകൊണ്ട് വളരെ കാലം യോഗവും സമാധിയും അഭ്യസിച്ചിട്ടും ആ സാക്ഷാൽ ഭഗവാനെ പരമാർത്ഥത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടില്ല.
എന്നിട്ടാണോ 5 വയസ്സായിട്ടുള്ള നീ? അതിനാൽ നിന്റെ ഈ നിർബന്ധ ബുദ്ധി ഉപേക്ഷിക്കൂ, അരമനയിലേക്ക് തിരിച്ചു പോകൂ. കുറച്ചുകൂടി പ്രായമായ ശേഷം തപസ്സിന് ശ്രമിക്കാം, അതാണ് ഉചിതം. നിനക്ക് സിംഹാസനത്തിൽ ഇരിക്കണമെന്നല്ലേ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ? ഞാൻ രാജാവിനോട് സംസാരിക്കാം. നിനക്ക് സിംഹാസനത്തിൽ ഇരിക്കാനുള്ളതായ വ്യവസ്ഥ ഞാൻ ചെയ്തു തരാം. അതിനുവേണ്ടി നീ കാട്ടിൽ പോയി തപസ്സൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിനക്ക് തപസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രായമായതിനൊക്കെ ശേഷം തപസ്സിന് പോകാം. തനിക്ക് വന്നു ചേരുന്ന സുഖദുഃഖങ്ങളെ ഈശ്വരേച്ഛയായി കണ്ട് സന്തുഷ്ടനായി ജീവിക്കുകയാണെങ്കിൽ അജ്ഞാനത്തിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ കഴിയും. മാത്രമല്ല, ഉണ്ണി എപ്പോഴും നമ്മളെക്കാൾ ശ്രേഷ്ഠരിൽ സന്തോഷവും, താഴ്ന്നവരിൽ അനുകമ്പയും, തുല്യരിൽ സ്നേഹവും വെച്ച് പുലർത്താൻ ശ്രമിക്കൂ. അങ്ങനെയാണെങ്കിൽ യാതൊരു ദുഃഖവും നിന്നെ ബാധിക്കില്ല. നമ്മളെക്കാൾ ശ്രേഷ്ഠരായിട്ടുള്ള സമ്പന്നരോ അല്ലെങ്കിൽ പദവിയുള്ളവരൊക്കെ കാണുന്ന സമയത്ത് അവർക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയതിൽ സന്തോഷിക്കാൻ ശ്രമിക്കുക. നമ്മളെക്കാളും ദുഃഖിതരായിട്ടുള്ള ആളുകളെ കാണുന്ന സമയത്ത് അവരോട് ഒരു അനുകമ്പ തോന്നുക, അവരെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ സഹായിക്കുക. തുല്യരായിട്ടുള്ള ആളുകളോട് സ്നേഹവും മൈത്രിയും വെച്ച് പുലർത്താൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ദുഃഖം നിന്നെ ബാധിക്കില്ല എന്ന് നാരദ മഹർഷി പറയുകയാണ്. ഉപദേശങ്ങളൊക്കെ ധ്രുവൻ കേട്ട ധ്രുവൻ അതിന് മറുപടി പറയുകയാണ്. മഹർഷി, സുഖദുഃഖങ്ങളെ കൊണ്ട് എപ്പോഴും ബാധിക്കപ്പെട്ടുകൊണ്ട് കഴിയുന്ന ജീവന്മാർക്ക് സുഖകരമായിട്ടുള്ള ശാന്തി മാർഗത്തെ ദയാലുവായിട്ടുള്ള അങ്ങ് ഉപദേശിച്ചു തന്നു. പക്ഷേ സുരുചിയമ്മയുടെ ദുർവാക്കുകളെ കൊണ്ട് വ്രണപ്പെട്ടതായിട്ടുള്ള എൻ്റെ ഹൃദയം ഒരു വിധത്തിലും അങ്ങോട്ട് ശാന്തമായി തീരുന്നില്ല. ഞാനൊരു ക്ഷത്രിയ സ്വഭാവിയല്ലേ, അല്ലെങ്കിൽ ഒരു ക്ഷത്രിയനല്ലേ, രജോ ഗുണപ്രധാനിയല്ലേ? അതുകൊണ്ട് തന്നെ മനസ്സ് ശാന്തമാക്കി അടക്കി നിർത്തുക എന്നുള്ളത് എനിക്ക് പ്രായോഗികമായി തീരുന്നില്ല. എൻ്റെ അച്ഛനോ പിതാമഹനോ മറ്റാർക്കുപോലുമോ ലഭിച്ചിട്ടില്ലാത്തതായിട്ടുള്ള ഉത്കൃഷ്ട സ്ഥാനത്തെ പ്രാപിച്ചാൽ കൊള്ളാം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് തപസ്സുകൊണ്ട് നേടുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുള്ള വഴി അങ്ങ് എനിക്ക് ഉപദേശിച്ച് തരണം. കാരണം അങ്ങ് ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ്. വീണയും മീട്ടിക്കൊണ്ട് ലോകത്തിൻ്റെ ക്ഷേമത്തിനായിട്ട് സഞ്ചരിക്കുന്നവനാണ്. പരമദയാലുവാണ്. സൂര്യൻ ഇരുട്ടിനെ എന്ന പോലെ തന്നെ സമീപിക്കുന്നവരുടെ അജ്ഞാന അന്ധകാരത്തെ അകറ്റുന്നവനാണ്. അതുകൊണ്ട് എൻ്റെ ദുഃഖത്തെയും ഇല്ലാതെയാക്കാൻ അങ്ങ് അനുഗ്രഹിക്കണം എന്ന് പറയുന്നു. ഇവിടെ ഈ കഥ വളരെ പ്രസക്തമായിട്ടുള്ളൊരു കഥയാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യകൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കുട്ടികളാകട്ടെ ഒരു പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തിനധികം മൊബൈൽ ഫോൺ കളിക്കാൻ കിട്ടാത്തതിൻ്റെ പേരിൽ വരെ ജീവിതം അവസാനിപ്പിക്കുന്ന, ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ വാർത്തകൾ നാം പത്രമാധ്യമങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന കാലം. കുടുംബകലഹത്തിൻ്റെ പേരിൽ, മാനസിക സമ്മർദ്ദത്തിൻ്റെ പേരിലൊക്കെ മുതിർന്ന ആളുകൾ ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിലാണ് നാം ധ്രുവൻ്റെതായിട്ടുള്ള കഥ കേൾക്കുന്നത്. ധ്രുവൻ്റെ കഥയിൽ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു കാര്യം, ജീവിതത്തിൽ നമുക്ക് വാശി ആവശ്യമാണ്. നമുക്കൊക്കെ വാശിയുണ്ട്, പക്ഷെ മറ്റുള്ള ആളുകളോടാണ് നമ്മുടെ വാശിയും വിദ്വേഷവും കാണിക്കാറ്. തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിലോ, മറ്റുള്ളവരുടെ മുമ്പിൽ മുഖം വീർപ്പിക്കാനും, മറ്റുള്ളവരോട് പകയോടുകൂടി പെരുമാറാനും, അല്ലെങ്കിൽ വീട്ടിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കാനോ, ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ആ ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ജീവിതത്തിൽ തനിക്ക് നിഷേധിച്ചതായിട്ടുള്ള കാര്യങ്ങളെ മുഴുവൻ തൻ്റെ അശ്രാന്ത പരിശ്രമം കൊണ്ട് നേടിയെടുത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ തല നിവർത്തി നിൽക്കുന്നതായിട്ടുള്ള ഒരു ബാലനെയാണ് ഇവിടെ വേദവ്യാസ മഹർഷി കാണിച്ചു തരുന്നത്. അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ജീവിതത്തിൽ ആരെങ്കിലും നമ്മളെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മെ അവഹേളിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മെ തിരസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, അവരോട് കലഹമുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ അവരോട് വഴക്കുണ്ടാക്കിയിട്ടോ, ഇനി അതല്ലെങ്കിൽ അവരോട് മറ്റേതെങ്കിലും രീതിയിൽ നാം പ്രതികാരം ചെയ്തിട്ടല്ല നമ്മുടെ ആ പ്രതികാരം കാണിക്കേണ്ടത്.
മറിച്ച് ആരെല്ലാമാണോ നമ്മളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചത്, ആരെല്ലാമാണോ നമ്മളെ ജീവിതത്തിൽ അപഹസിച്ച് ചിരിച്ചത്, അല്ലെങ്കിൽ ആരൊക്കെയാണോ നമ്മളെ ജീവിതത്തിൽ ഒന്നിനും കൊള്ളാത്തവനെന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയത്, അവരുടെ മുമ്പിൽ ജീവിതത്തിൽ വിജയിച്ച് കാണിക്കുക എന്നുള്ളതാണ് അവരോട് ചെയ്യാനുള്ളതായ ഏറ്റവും വലിയ പ്രതികാരം. ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് പുച്ഛിച്ച് പരിഹസിച്ച ആളുകളുടെ മുമ്പിൽ താൻ എന്തിനും പോന്നവനാണെന്ന് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുക. അതായിരിക്കണം തൻ്റെ ഏറ്റവും വലിയതായിട്ടുള്ള മധുര പ്രതികാരം. ആർക്ക് വേണമെങ്കിൽ അത് സാധ്യമാകും എന്നുള്ളത് നമ്മളെ കാണിച്ചു തരികയാണ്. പരീക്ഷയ്ക്ക് 2 മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ ദുഃഖിക്കാനോ നാടുവിടാനോ അല്ല വേണ്ടത്. അടുത്ത പരീക്ഷയ്ക്ക് അതിൽ ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങിക്കാനുള്ള വാശിയാണ് ഉണ്ടാവേണ്ടത്. വാശിയും വൈരാഗ്യവും അതിനാണ് നമ്മുടെ ജീവിതത്തിൽ കാണിക്കേണ്ടത്, വിജയിച്ച് കാണിക്കാൻ. അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യനായി, മറ്റുള്ളവർ കളിയാക്കി, നിറത്തിൻ്റെ പേരിലും പേരിൻ്റെ പേരിലും ജാതിയുടെ പേരിലുമൊക്കെ തന്നെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് കരയുന്നവരും ആയിട്ടുള്ള വിദ്യാസമ്പന്നരായ ആളുകൾ പോലും ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. ആ കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ആ സമയത്താണ് വേദവ്യാസ മഹർഷിയുടെ 5 വയസ്സുള്ള ഒരു ബാലൻ്റെ കഥ വളരെ പ്രസക്തമായി തീരുന്നത്. സിംഹാസനത്തിൽ നിന്ന് അധിക്ഷേപിച്ചിറക്കുന്നു, ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറഞ്ഞ് എഴുതിത്തള്ളുന്നു. അമ്മയെ നേരത്തെ റാണിയായിരുന്ന, അല്ലെങ്കിൽ രാജപത്നി എന്നുള്ള പദവിയിൽ നിന്നും എല്ലാവരും കൂടി ഗൂഢതന്ത്രത്തിൽ ഒരു ജോലിക്കാരിയുടെ ശ്രേണിയിലേക്ക് തരം താഴ്ത്തപ്പെട്ടവളായിട്ടുള്ള ആ സുനീതിയുടെ മകൻ സ്വന്തം ഇച്ഛാശക്തി അനുസരിച്ച് ലോകത്താർക്കും നേടാൻ കഴിയാത്തതായിട്ടുള്ള പദവിയിലേക്ക് സ്വന്തം പരിശ്രമം കൊണ്ട് ഉയർന്നു വന്നതായിട്ടുള്ള കഥ. ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു മോട്ടിവേഷനാണ് ധ്രുവൻ്റെ കഥ. ഉത്സാഹത്തോടു കൂടിയിട്ട് വാശിയോടുകൂടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കാർക്കും ജീവിതത്തിൽ നേടാൻ കഴിയാത്തത് ഒന്നുമില്ല എന്നുള്ളത് കാണിക്കുകയാണ്. കാരണം കേവലം 5 വയസ്സായിട്ടുള്ളൊരു കുട്ടി ലോകത്താർക്കും നേടാൻ കഴിയാത്തതായിട്ടുള്ള അത്യുന്നതമായിട്ടുള്ള ശ്രേണിയെ നേടി ജീവിതത്തിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ധ്രുവൻ്റെ കഥ. അതാണ് ധ്രുവൻ്റെ കഥയിൽ നിന്ന് നാം പഠിക്കേണ്ടതായിട്ടുള്ള പാഠം. ധ്രുവന് വലിയ അപമാനം നേരിട്ടു. ആ അപമാനത്തിന് ആറ്റിൽ ചാടി മരിക്കാനോ അല്ലെങ്കിൽ നാടുവിടാനോ അല്ല പരിശ്രമിച്ചത്. ആ കുട്ടിയുടെ മനസ്സിലുണ്ടായതായ ഇച്ഛാശക്തി, ഞാൻ നേടിയെടുക്കും ഇതിനേക്കാളും വലിയ സ്ഥാനം, അതിനുവേണ്ടി എന്ത് അത്യധ്വാനം ചെയ്യാനും. അതാണല്ലോ, ഒറ്റയ്ക്ക് 5 വയസ്സായിട്ടുള്ളൊരു കുട്ടി കാട്ടിൽ പോയിട്ട് തപസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിനമായിട്ടുള്ള എഫർട്ട് എടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. സുഖസൗകര്യത്തിലൂടെയല്ല നമുക്ക് ജീവിതത്തിൽ ഉയരാൻ സാധിക്കുക. നമ്മളൊരു 5 മിനിറ്റ് ഒരു ഡാൻസ് പരിപാടി കാണുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഒരു കലാപരിപാടി ഒരു 5 മിനിറ്റ് സ്റ്റേജിൽ കണ്ട് നമ്മളതിനെ വളരെ നന്നായി എന്ന് പറഞ്ഞ് കൈയടിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷേ ഈ ഒരു 5 മിനിറ്റ് ആ സ്റ്റേജിൽ ആ പെർഫോമൻസ് കാണിക്കണമെങ്കിൽ എത്രയോ ദിവസങ്ങളുടെ കഠിനാധ്വാനം ആ കുഞ്ഞ് ചെയ്തിട്ടുണ്ടാവും. എങ്കിൽ മാത്രമല്ലേ ഒരു 5 മിനിറ്റ് അവിടെ പെർഫോം ചെയ്യാൻ സാധിക്കൂ. നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്നത് ഈ പെർഫോമൻസിൻ്റെ പിന്നിലുള്ളതായിട്ടുള്ള കഠിനാധ്വാനമാണ്. ജീവിതത്തിൽ വലിയ സ്ഥാനങ്ങൾ നേടിയതായിട്ടുള്ള ഓരോ ആളുകൾക്കും അതിൻ്റെ പിന്നിലുള്ളതായ ഒരു അത്യധ്വാനത്തിൻ്റെ കഥ പറയാനുണ്ടാവും. ഈ അത്യധ്വാനമാണ് നാം ശീലിക്കേണ്ടത്. ഉദ്യോഗിനം പുരുഷസിംഹമുപൈതി ലക്ഷ്മി എന്ന് വേദത്തിൽ പറയും. ഉത്സാഹശാലിയായിട്ടുള്ള, അത്യധികം പരിശ്രമശാലിയായിട്ടുള്ള ആൾക്ക് മാത്രമേ ജീവിതത്തിൽ ഉയർന്ന സ്ഥാനങ്ങൾ നേടാൻ സാധിക്കൂ. ജീവിത വിജയം എന്നുള്ളത് അലസന്മാർക്കും മടിയന്മാർക്കും ഉള്ളതല്ല. ലക്ഷ്മി സ്വായത്തമായി തീരണമെങ്കിൽ, ലക്ഷ്മി എന്ന് പറഞ്ഞാൽ സമ്പത്തും പദവികളും ഒക്കെ ലക്ഷ്മിയാണ്, ഐശ്വര്യമാണ്. ഇതൊക്കെ നേടണമെന്നുണ്ടെങ്കിൽ പരിശ്രമശാലികൾക്ക് മാത്രം ലഭ്യമാകുന്നതാണത്. അല്ലാതെ അലസനായി സേഫ് പോക്കറ്റുകൾ നോക്കി നടക്കുന്നതായിട്ടുള്ള മടിയന്മാർക്കുള്ളതല്ല. ഇവിടെ ധ്രുവൻ്റെ കഥയിലും നാം മനസ്സിലാക്കേണ്ട കാര്യം അതാണ്.
5 വയസ്സായിട്ടുള്ള ഒരു ധ്രുവൻ എന്നുള്ള ഒരു കൊച്ചുകുട്ടിക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് വേദവ്യാസ മഹർഷി നമ്മളോട് പറയുന്നത്. ഏതാണെങ്കിലും അങ്ങനെയൊക്കെ ധ്രുവൻ നാരദനോട് സംസാരിച്ചു. ധ്രുവൻ്റെ ആ മറുപടിയൊക്കെ കേട്ടപ്പോൾ നാരദ മഹർഷിക്ക് വലിയ സന്തോഷമായി. കാരണം ആ കുട്ടിയുടെ ഉള്ളിൽ ഉള്ളതായിട്ടുള്ള ആ ഒരു തീവ്രത, സ്പാർക്ക്, ഇതാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു കാര്യം. കാരണം നമ്മുടെ ഉള്ളിലാണ് ആ തീവ്രത ഉണ്ടാവേണ്ടത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയി മാറണം എന്നുള്ളത് അവരവരുടെ ഉള്ളിൽ തോന്നണം. ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള സാമഗ്രികളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കും, പക്ഷെ ആ കുഞ്ഞിനെ പഠിപ്പിക്കാൻ സാധിക്കില്ല. പഠിക്കണമെന്നുണ്ടെങ്കിൽ അവനവന് സ്വയം തോന്നണം. രക്ഷിതാക്കൾക്ക് സ്കൂളിൽ ചേർക്കാം, അല്ലെങ്കിൽ അതിനു വേണ്ടി പഠിക്കാനുള്ളതായിട്ടുള്ള സ്ഥാപനങ്ങളിൽ ചേർക്കാം, ട്യൂഷന് വിടാം, പുസ്തകമോ മറ്റു സൗകര്യങ്ങളോ വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കാം, യാത്രയ്ക്ക് വാഹനം ഏർപ്പാടാക്കി കൊടുക്കാം. പക്ഷെ പഠിക്കുക എന്നുള്ളത് സ്വയം ചെയ്യേണ്ട കാര്യമല്ലേ? ഒരു കുട്ടി ഞാൻ പഠിക്കില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആര് വിചാരിച്ചാലും ആ കുട്ടിയെ പഠിപ്പിക്കാൻ സാധ്യമല്ല. എന്നാൽ ഒരു കുട്ടി ജീവിതത്തിൽ പഠിച്ചു വലുതാകണം എന്ന് സ്വയം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഏത് വിപരീതമായിട്ടുള്ള പരിതസ്ഥിതിയിലും ആ കുഞ്ഞ് പഠിച്ചു ഉയരും. നമ്മൾ എത്രയോ വാർത്തകൾ കാണുന്നുണ്ടല്ലോ. വൈദ്യുതി വെളിച്ചം പോലും ഇല്ലാത്തതായിട്ടുള്ള വീട്ടിൽ നിന്നും കുട്ടി ഡോക്ടറായി മാറുന്നു. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മൾ കാണുന്നുണ്ട് KSRTCയിൽ ജോലിയായിരുന്ന ആൾ, അല്ലെങ്കിൽ ബസ് കണ്ടക്ടറായിരുന്ന ആൾ ആ ജോലിയൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന സമയം കൊണ്ട് പഠിച്ച് പോലീസ് ഓഫീസറായി മാറുന്നു, അല്ലെങ്കിൽ IAS മാറുന്നു. കൂലിപ്പണിക്ക് പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇഷ്ടിക ചുമന്നും മറ്റും കൂലിവേലയെടുത്ത് കിട്ടുന്നതായിട്ടുള്ള പണം കൊണ്ട് കുടുംബത്തിൽ, കാരണം കുടുംബത്തിൻ്റെ സംരക്ഷിക്കാനുള്ള ആളും അയാൾ മാത്രമാണ്. കാരണം അച്ഛനില്ല, കുടുംബത്തിൻ്റെ ഭാരം മുഴുവനുണ്ട്. അപ്പോൾ അയാൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പഠിക്കാൻ പോയാൽ അത് സാധിക്കില്ല. അങ്ങനെ പഠിക്കാൻ പോകുന്നു, ജോലിക്ക് പോയിട്ട് കിട്ടുന്ന സമയം കൊണ്ട് പഠിച്ച് ഉന്നതമായിട്ടുള്ള നിലയിലെത്തുന്നു. ഇന്ന് നമ്മുടെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥനായിട്ടുള്ള P. വിജയൻ സാറ് വളരെ പരിമിതമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്നാണ് പഠിച്ച് അദ്ദേഹം IPS നേടി വന്നിട്ടുള്ളത്. ഇതൊക്കെ അവരുടെ ഇച്ഛാശക്തിയാണ്. അപ്പോൾ ഇച്ഛാശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എവിടെയും എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതും, സ്വയം ഇച്ഛാശക്തി ഇല്ല എങ്കിൽ ജീവിതത്തിൽ എവിടെയും എത്താൻ പോകുന്നില്ല എന്നുള്ളതും ധ്രുവൻ്റെ കഥയിലൂടെ നമ്മെ കാണിക്കുകയാണ്. അതുകൊണ്ടാണ് നാരദ മഹർഷിക്ക് തോന്നുന്നത്, വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടിക്ക് ഇത്രയധികം തീവ്രതയുണ്ടല്ലോ തൻ്റെ കാര്യം നേടിയെടുക്കുന്നതിന്. അത് ഭഗവാനെ സാക്ഷാത്കരിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഇത്രയും തീവ്രത ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പറയുകയാണ്, ഉണ്ണി ധ്രുവ, നിൻ്റെ അമ്മ പറഞ്ഞു തന്ന വഴി തന്നെയാണ് നിനക്ക് ശ്രേയസ്സിന് ഏറ്റവും ഉചിതമായിട്ടത്. ഭഗവാൻ വാസുദേവനെ ഭക്തിപൂർവം ഭജിക്കൂ. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ 4 പുരുഷാർത്ഥങ്ങളിൽ ഏതിനു വേണ്ടിയാണെങ്കിലും ആ ഭഗവാന്റെ പാദസേവയാണ് അതിനുള്ള എളുപ്പമാർഗം. അതിനാൽ കുഞ്ഞെ, ഞാൻ നിനക്ക് നന്മ നേരുന്നു. ഈ വഴിയിലൂടെ കുറച്ചു ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പുണ്യനദിയായ യമുനയെ കാണാം. അതിൻ്റെ തീരത്താണ് മധുവനം. അവിടെ ഭഗവാന്റെ നിത്യ സാന്നിധ്യമുണ്ട്. ദിവസേന യമുനയിൽ സ്നാനം ചെയ്ത് നിത്യകർമാനുഷ്ഠാനങ്ങൾക്ക് ശേഷം ഒരു ഇരിപ്പിടത്തിൽ നീണ്ടു നിവർന്നിരിക്കുക. പൂരകം, കുംഭകം, രേചകം എന്നീ രൂപത്തിലുള്ള പ്രാണായാമം കൊണ്ട് പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇവയുടെ ചാഞ്ചല്യത്തെ അകറ്റാൻ കഴിയും. അതിനുശേഷം ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിക്കുക. ആ ധ്യാനിക്കേണ്ട രൂപം എങ്ങനെയാണ്? പ്രസന്നമായിട്ടുള്ള മുഖം, കാരുണ്യ കടാക്ഷം, സുന്ദരമായിട്ടുള്ള ഭഗവാന്റെ നാസിക, ഭംഗിയുള്ള കവിൾത്തടങ്ങൾ, യൗവനം തുടിക്കുന്നതായിട്ടുള്ള പ്രായം, ചുവന്ന ചുണ്ടുകൾ, ഇങ്ങനെ സർവാംഗ സുന്ദരങ്ങളായിട്ടുള്ള അവയവങ്ങളോട് കൂടിയവനും നമസ്കരിക്കുന്നവർക്കൊക്കെ ആശ്രയീഭൂതനുമാണ് ഭഗവാൻ. അതായത് ഭഗവാനെ ഒരു പ്രാവശ്യം നമസ്കരിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാൻ കൈവിടില്ല എന്നുള്ളതാണ്. അതാണ് ഭഗവാനെ ദിവസമൊക്കെ നമസ്കരിക്കാൻ പറയുന്നത്. അത്രയും കാരുണ്യമുള്ളവനാണ്. തന്നെ ആശ്രയിക്കുന്നവരെ, തന്നെ നമസ്കരിക്കുന്നവരെ ഒരിക്കലും കൈവിടാത്ത ആളാണ് ആ ഭഗവാൻ. അങ്ങനെ ആശ്രയീഭൂതനായിട്ടുള്ളവനാണ് ആ ഭഗവാൻ. ഭഗവാൻ ശ്രീവത്സം എന്നുള്ള മറുക്, മേഘവർണം, വനമാല ഇവയോടുകൂടിയവനും
ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ചതായിട്ടുള്ള 4 തൃക്കൈകളോട് കൂടിയവനുമാണ് ഭഗവാൻ. കിരീടം, കുണ്ടലങ്ങൾ, തോൾവളകൾ, വളകൾ എന്നീ ആഭരണങ്ങളൊക്കെ അണിഞ്ഞവനാണ്. കഴുത്തിലാകട്ടെ കൗസ്തുഭരത്നമുണ്ട്. മഞ്ഞപ്പട്ട് ധരിച്ച് അതിന് മീതെയായിട്ട് രത്നം പതിച്ച് അരഞ്ഞാണമണിഞ്ഞവനും, കാലിലാണെങ്കിൽ സ്വർണ്ണത്തളകൾ ധരിച്ച ആ പാദപത്മത്തോടു കൂടിയവനും, എത്ര കണ്ടാലും മതിവരാത്ത സൗന്ദര്യത്തോടു കൂടിയവനുമാണ് ഭഗവാൻ. രത്നങ്ങളെപ്പോലെ ശോഭിക്കുന്ന നഖങ്ങളോടുകൂടിയ പാദാരവിന്ദങ്ങളെ കൊണ്ട് ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഓടിവന്ന് ദർശനം നൽകുന്നവനുമാണ് അദ്ദേഹം. നമ്മളെ നോക്കി പുഞ്ചിരി തൂകിക്കൊണ്ടും കാരുണ്യ കടാക്ഷം വർഷിച്ചുകൊണ്ടും നിൽക്കുന്നവനാണ്. അപ്രകാരമുള്ള ഭഗവാനെ ഏകാഗ്രമായ മനസ്സുകൊണ്ട് ധ്യാനിച്ചുകൊള്ളൂ. ഇങ്ങനെ ധ്യാനിക്കുകയാണെങ്കിൽ മനസ്സിൽ നിർവൃതി അനുഭവപ്പെടും. ആ മനസ്സ് പിന്നെ ഒരിക്കലും ഭഗവാനിൽ നിന്ന് വിട്ടുപോരില്ല. അങ്ങനെ ധ്യാനിക്കുമ്പോൾ ജപിക്കാൻ വേണ്ടി ഞാനൊരു ഉത്കൃഷ്ട മന്ത്രം പറഞ്ഞു തരാം. ഇതിനെ ശ്രദ്ധയോടെ ജപിച്ചാൽ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ദേവന്മാരെ പ്രത്യക്ഷമായി കാണാൻ കഴിയും. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നതാണ് ആ മന്ത്രം. ദ്വാദശാക്ഷരി മന്ത്രം എന്ന് പറയും. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് കുറച്ചു കാലം ഭഗവാനെ പൂജിക്കൂ. പിന്നീട് മനഃശുദ്ധി വന്നാൽ ഭഗവാനെ സ്വന്തം ഹൃദയത്തിൽ ധ്യാനിക്കുകയും ചെയ്യാം. ശുദ്ധജലം, വനത്തിലെ പുഷ്പങ്ങൾ, മാലകൾ, ഫലമൂലങ്ങൾ, കറുക, തുളസി ഇവ കൊണ്ടൊക്കെ മഹാപ്രഭുവായ ഭഗവാനെ പൂജിക്കണം. ശിലാവിഗ്രഹത്തിലോ നിലത്തോ ജലത്തിലോ മറ്റേതെങ്കിലും സ്ഥാനത്തോ വേണമെങ്കിൽ പൂജിക്കാം. ചിത്തത്തെ അടക്കി താൻ ആത്മാവാണ് എന്ന് വിചാരം ചെയ്തുകൊണ്ടിരിക്കുക. ശാന്തനും മൗനം അവലംബിക്കുന്നവനും മിതമായ വന്യഭോജനം, അതായത് ഫലമൂലങ്ങൾ മാത്രം കഴിക്കുന്നവനും ആയിരിക്കണം. ഭഗവാൻ യോഗമായി അവലംബിച്ച് അവതാരങ്ങളിലൂടെ പലവിധ ലീലകളും ചെയ്യാറുണ്ടല്ലോ, അവയെ കഴിയുന്നതും ധ്യാനിക്കുക. മുകളിൽ പറഞ്ഞതായിട്ടുള്ള മന്ത്രം ജപിച്ചുകൊണ്ട് വേണം പൂജാദികൾ ചെയ്യാൻ. സ്വന്തം ഹൃദയത്തിൽ വിളങ്ങുന്നതായിട്ടുള്ള ഭഗവാനെ ശരീരം, വാക്ക്, മനസ്സ് എന്നിവ കൊണ്ട് ഭക്തിപൂർവം പൂജിക്കണം. ഇങ്ങനെ ഭഗവാനെ നിഷ്കപടമായി സേവിച്ചാൽ ആഗ്രഹിക്കുന്ന എന്തും കിട്ടും. വിഷയങ്ങളിൽ വിരക്തിയുണ്ടെങ്കിൽ ഭഗവാനെ നിഷ്കാമമായി ഭജിക്കുക. എന്നാലോ മോക്ഷപ്രാപ്തിയും സാധ്യമാകും. ഇങ്ങനെ ഉപദേശിച്ച നാരദ മഹർഷിയെ ഇപ്പോൾ പ്രദക്ഷിണം വെച്ച് ധ്രുവൻ നമസ്കരിച്ചു. നമസ്കരിച്ചതായിട്ടുള്ള ധ്രുവനെ നാരദ മഹർഷി വീണ്ടും അനുഗ്രഹിച്ചു. അങ്ങനെ തപസ് ചെയ്യാൻ വേണ്ടി ആ കുട്ടിയായിട്ടുള്ള ധ്രുവൻ മധുവനത്തിലേക്ക് യാത്രയായി. നാരദ മഹർഷിയാകട്ടെ നേരെ ഉത്താനപാദ മഹാരാജാവിൻ്റെ അരമനയിലേക്കാണ് പോയത്. രാജാവ് മഹർഷിയെ വേണ്ട രീതിയിൽ സൽക്കരിച്ച് പൂജിച്ച് ഇരുത്തി. നാരദ മഹർഷി ചോദിച്ചു, രാജാവേ, അങ്ങയുടെ മുഖം വളരെ മ്ലാനമായിട്ട് കാണുന്നുണ്ടല്ലോ. എന്തോ വലിയൊരു ചിന്തയിൽ മുഴുകിയവനെ പോലെ അങ്ങ് കാണപ്പെടുന്നു. അങ്ങയുടെ ധർമാർത്ഥ കാമങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങൾക്ക് ഹാനിയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉത്താനപാദ രാജാവ് അതിന് മറുപടി പറഞ്ഞു, മഹർഷി, സ്ത്രീജിതനും കാരുണ്യമില്ലാത്തവനുമായ എൻ്റെ ഹൃദയശൂന്യത കാരണം എൻ്റെ മകനായ ധ്രുവൻ കാട്ടിലേക്ക് പോയി. ഇപ്പോൾ രാജാവിന് വലിയ കുറ്റബോധമായി. കാരണം താനൊന്ന് പരിഗണിക്കുകയോ ഒന്ന് മടിയിലിരുത്തുകയോ ചെയ്യാത്തതിൻ്റെ പേരിലാണല്ലോ 5 വയസ്സായിട്ടുള്ള തൻ്റെ കുട്ടി വലിയ മനോവേദന കാരണം വീട് വിട്ടു പോയത് എന്നതായിട്ടുള്ള ചിന്ത ഉത്താനപാദ രാജാവിനെ വല്ലാതെ അവശനാക്കി കളഞ്ഞു. എൻ്റെ മകനായ ധ്രുവൻ കാട്ടിലേക്ക് പോയി. അനാഥനായ ആ കുഞ്ഞ് കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് ക്ഷീണിച്ച് വല്ല പാറപ്പുറത്തും കിടന്നിറങ്ങുമ്പോൾ അവനെ വല്ല ചെന്നായിയോ അല്ലെങ്കിൽ മറ്റു വല്ല കാട്ടുമൃഗങ്ങളോ തിന്നെങ്കിലോ എന്ന ചിന്തയാണ് എന്നെ ദുഃഖിപ്പിക്കുന്നത്. സുരുചിക്ക് അടിമയായി തീർന്ന എൻ്റെ ദുഷ്ടബുദ്ധി നോക്കൂ. എൻ്റെ മടിയിലിരുന്ന് ലാളനെ അനുഭവിക്കാൻ വന്നതായിട്ടുള്ള ആ പിഞ്ചു കുഞ്ഞിനെ ഒന്ന് മടിയിലെടുത്ത് വെക്കാനുള്ളതായിട്ടുള്ള മനുഷ്യത്വം പോലും എനിക്കുണ്ടായില്ല. നാരദ മഹർഷി രാജാവിനെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ മകൻ ഇപ്പോൾ ഭഗവാന്റെ പരിപൂർണ സംരക്ഷണയിലാണ്. ആ കുട്ടിയെപ്പറ്റി ചിന്തിച്ച് അങ്ങ് വിഷമിക്കേണ്ട. അവൻ്റെ കീർത്തി ലോകം മുഴുവൻ നിറയാൻ പോവുകയാണ്. ലോകപാലന്മാരായ ദേവന്മാർക്ക് പോലും സാധിക്കാത്ത കർമ്മത്തിലൂടെ അങ്ങയുടെ കീർത്തിയെ വർദ്ധിപ്പിച്ചുകൊണ്ട് ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ ധ്രുവൻ മടങ്ങി വരും. അവനെക്കുറിച്ചോർത്ത് അങ്ങ് വിഷമിക്കുകയേ വേണ്ട. ഇങ്ങനെ രാജാവിനെ സമാശ്വസിപ്പിച്ച് നാരദ മഹർഷി യാത്ര പറഞ്ഞുപോയി. ഉത്താനപാദ മഹാരാജാവ് രാജ്യ ഐശ്വര്യത്തെപ്പറ്റി പോലും ചിന്തിക്കാതെ ധ്രുവനെ തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നു. തൻ്റെ ആ പ്രവൃത്തിയെക്കുറിച്ച് ഓർത്ത് തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അങ്ങനെ കഴിയുകയാണ്. ഇനി മധുവനത്തിലേക്ക് പോയതായിട്ടുള്ള ധ്രുവൻ
യമുനയിൽ സ്നാനം ചെയ്ത് അന്നത്തെ ദിവസം ഉപവാസമായിട്ട് കഴിഞ്ഞു, ഒന്നും കഴിക്കാതെ. അടുത്ത ദിവസം മുതൽ നാരദ മഹർഷി പറഞ്ഞുകൊടുത്ത പ്രകാരം ഭഗവാനെ പൂജിക്കാൻ ആരംഭിച്ചു. ആദ്യത്തെ ആ മാസം അല്ലെങ്കിൽ ആ പൂജ എങ്ങനെ തുടങ്ങി? 3 ദിവസം വരെ ഈ കുട്ടി തുടർച്ചയായിട്ട് ജപിച്ചുകൊണ്ടിരിക്കും. കുളിയൊക്കെ കഴിഞ്ഞ് പൂജയൊക്കെ ചെയ്ത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം ജപിച്ച് 3 ദിവസത്തിലൊരിക്കൽ മാത്രം കാട്ടിലെ പഴങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് ആ കുട്ടി തപസ് ചെയ്യുകയാണ്. അങ്ങനെ 2ാമത്തെ മാസം ആയപ്പോഴേക്കും തപസ് കുറച്ചുകൂടി ദൃഢമായി. 2ാമത്തെ മാസത്തിൽ 6 ദിവസത്തിലൊരിക്കലാണ് കുട്ടി എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റ് ഉണങ്ങി വീണ ഇലകളും പുല്ലും ഒക്കെ ഭക്ഷിച്ചുകൊണ്ടാണ് ഭഗവാനെ ആരാധിച്ചത്. 3ാമത്തെ മാസമായപ്പോഴേക്കും തപസ് ഒന്നുകൂടി തീവ്രമായി. കാരണം മനസ്സ് അടങ്ങുന്തോറും, ഇന്ദ്രിയങ്ങളും മനസ്സും അടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ കുറയും. ഇപ്പോൾ 3ാം മാസത്തിൽ 9 ദിവസത്തിലൊരിക്കൽ കുറച്ച് വെള്ളം മാത്രം കുടിച്ചുകൊണ്ടാണ് ഭഗവാനെ സമാധിയിലൂടെ ആരാധിക്കാൻ തുടങ്ങി. ഇപ്പോൾ ജപമൊക്കെ ആ ധ്യാനത്തിലൂടെ സമാധിയിലേക്ക് പോയി. 4ാമത്തെ മാസമായപ്പോഴേക്കും 12 ദിവസം വരെ തുടർച്ചയായി അങ്ങനെ ധ്യാനം അനുഷ്ഠിക്കുകയാണ്. ഈ 12 ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുള്ളൂ, വായുഭക്ഷണം. അങ്ങനെ പ്രകാശസ്വരൂപിയായിട്ടുള്ള ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ധ്രുവൻ്റെ ഹൃദയത്തിൽ, പിഞ്ചു കുട്ടിയാണെങ്കിൽ കൂടി ആ ധ്രുവൻ്റെ ഹൃദയത്തിൽ കണ്ണടച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ ആ ശംഖചക്ര ഗദാപത്മങ്ങളോട് കൂടിയതായിട്ടുള്ള സുന്ദര രൂപം അങ്ങനെ തെളിഞ്ഞു പ്രകാശിക്കുകയാണ്. മറ്റൊരു ചിന്തയുമില്ല. അതുകൊണ്ട് തന്നെ ധ്രുവൻ്റെ മനസ്സ് സ്തബ്ധമായിട്ടുള്ളതാണ്. ശരീരം പോലും ശരീരനിശ്ചലമാണ്. പ്രാണൻ പോലും ഏറ്റവും നേർത്ത സ്പന്ദനത്തിലാണ്. ശരീരത്തിന് ഒരു തരത്തിലും എനർജി ആവശ്യമില്ലാത്തത് കൊണ്ടാണ് തുടർച്ചയായി അങ്ങനെ ഈ സമാധിയിൽ ഇരിക്കാൻ സാധിക്കുന്നത്. സുന്ദരമായിട്ടുള്ള ഭഗവാന്റെ രൂപം അങ്ങനെ കണ്ട് 12 ദിവസത്തിൽ ഒരു പ്രാവശ്യമാണ് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. ആലോചിച്ച് നോക്കൂ, നമുക്ക് ശ്വാസോച്ഛ്വാസം കുറച്ച് സമയം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്നാൽ ഈ കുട്ടി ശ്വാസം വിടുന്നത് പോലും അറിയുന്നില്ല, അല്ലെങ്കിൽ ശ്വാസം നിർത്തിയിരിക്കുകയാണ്. 4ാമത്തെ മാസത്തിൽ 12 ദിവസത്തിലൊരിക്കലാണ് ശ്വാസം വിടുന്നത്. ആ ഭഗവാനാകട്ടെ പൂർണ്ണമായും തൻ്റെ മനസ്സിൽ അങ്ങനെ പ്രകാശിച്ചുകൊണ്ട് ഇവിടെ ത്രിപുടി പോലും ലയിച്ചിരിക്കുന്നതായിട്ടുള്ളൊരവസ്ഥയാണ്. കേവലം ഭഗവാൻ സ്വരൂപം മാത്രം അങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. 5ാം മാസമായപ്പോഴേക്കും ധ്രുവൻ പൂർണ്ണമായും ശ്വാസം പോലും അടക്കിക്കൊണ്ട് പരബ്രഹ്മ തത്വത്തിൽ മനസ്സുറപ്പിച്ച് ഒറ്റക്കാലിൽ നിശ്ചലനായിട്ടങ്ങനെ നിൽക്കുകയാണ്. ശബ്ദാദി വിഷയങ്ങൾക്കും കാത് മുതലായ ഇന്ദ്രിയങ്ങൾക്കും ആധാരമായ മനസ്സിനെ വിഷയങ്ങളിൽ നിന്നെല്ലാം പിന്തിരിപ്പിച്ച് പൂർണ്ണമായും ഭഗവത് സ്വരൂപത്തിൽ ഉറപ്പിച്ചു കൊണ്ടുനിന്നതായ ധ്രുവൻ മറ്റൊന്നിനെയും അറിഞ്ഞില്ല. പഞ്ചഭൂതങ്ങൾ, അഹങ്കാരം, മഹത്തത്വം ഇവയ്ക്കൊക്കെ പോലും ആശ്രയമാണ് പ്രകൃതി. എന്നാൽ ആ പ്രകൃതിയുടെ നിയന്താവായ പുരുഷന് പോലും ആശ്രയീഭൂതനായ സർവേശ്വരനെ ധ്രുവൻ ഹൃദയത്തിൽ ധാരണ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ആ തപസ്സിൻ്റെ തീവ്രത കൊണ്ട് 3 ലോകങ്ങളും വിറച്ചു. ആ രാജകുമാരൻ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്ത സമയത്ത് കാലിൻ്റെ പെരുവിരൽ കൊണ്ട് അമർത്തപ്പെട്ടതായിട്ടുള്ള ഭൂമി ആന കയറിയ ചങ്ങാടമെന്നതുപോലെ ഇടത്തോട്ടും വലത്തോട്ടും ഉലഞ്ഞു. അല്ലെങ്കിൽ ആ ധ്രുവൻ്റെ ഭാരം താങ്ങാൻ ഭൂമിക്ക് സാധിക്കാതെ വന്നു. അതിന് കാരണം ബ്രഹ്മാണ്ടങ്ങളെ, ഭൂമിയെപ്പോലെ അനവധി ബ്രഹ്മാണ്ടങ്ങളെ ഉദരത്തിൽ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഭഗവാനെ സമ്പൂർണമായും തൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ് ധ്രുവൻ. അതുകൊണ്ട് തന്നെ കേവലം ധ്രുവൻ്റെ ഭാരമല്ല ഇപ്പോൾ ഉള്ളത്, സമ്പൂർണമായിട്ടുള്ള ഭഗവാന്റെ ഭാരം കൂടി ആയപ്പോഴേക്കും ഭൂമിക്ക് അത് താങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലായി. ധ്രുവകുമാരൻ ഇന്ദ്രിയങ്ങളെയും പ്രാണനെയും ഒക്കെ അടക്കി വിശ്വസ്വരൂപിയായ ഭഗവാനെ തന്നിൽ നിന്ന് അഭിന്നമായി ധ്യാനിച്ചുകൊണ്ട് നിൽക്കെ ലോകപാലന്മാരുൾപ്പെടെയുള്ള ചരാചര ജീവികൾക്കൊക്കെ ശ്വാസ തടസ്സം വല്ലാതെ അനുഭവപ്പെട്ടു. കാരണം സമഷ്ടി പ്രാണനെ 5 വയസ്സായിട്ടുള്ള ഈ കുട്ടി സ്തംഭിപ്പിച്ചിരിക്കുകയാണ്.
സൂത്രാത്മാവെന്ന് പറയും. ആ സമഷ്ടി പ്രാണനെ തൻ്റെ പ്രാണനെ സ്തംഭിപ്പിച്ച് നിർത്തിയതിലൂടെ, കാരണം അത്രയും വിരാട് ഭാവത്തിലാണ് ധ്രുവൻ നിൽക്കുന്നത്, കേവലം പരിച്ഛിന്നമായിട്ടുള്ള ഈ ശരീരഭാവത്തിലല്ല, സമഷ്ടി പ്രാണനും തൻ്റെ ഉള്ളിലാണ് എന്നുള്ള ഭാവനയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ദേവന്മാർക്ക് പോലും ശ്വാസതടസ്സം അനുഭവപ്പെടുകയാണ്. ദേവന്മാരെല്ലാവരും വൈകുണ്ഠത്തിൽ ചെന്ന് ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട് പറയുകയാണ്, ഭഗവാനെ, ത്രൈലോക്യവാസികൾക്കൊക്കെ ശ്വാസോച്ഛ്വാസം ചെയ്യാൻ വല്ലാതെ വിഷമം വരുന്നു. അവർക്ക് ശ്വാസരോധം അനുഭവപ്പെടുന്നുണ്ട്. അതിനെന്താ കാരണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഈ ദുഃഖത്തിൽ നിന്ന് അങ്ങ് ഞങ്ങളെ രക്ഷിക്കണേ ഭഗവാനെ. അങ്ങയെ ഞങ്ങളിതാ സർവാത്മന ആശ്രയിക്കുന്നു, ശരണം പ്രാപിക്കുന്നു. ഇത് കേട്ടതായിട്ടുള്ള ഭഗവാൻ ഒരു പുഞ്ചിരിയോടുകൂടി അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഉത്താനപാത മഹാരാജാവിൻ്റെ പുത്രനായ ധ്രുവൻ എന്ന എൻ്റെ ഒരു കൊച്ചു ഭക്തൻ പ്രാണനെ അടക്കി മനസ്സ് എന്നിൽ ഉറപ്പിച്ച് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ബാലൻ്റെ തപസ്സിൻ്റെ പ്രഭാവം കൊണ്ടാണ് നിങ്ങൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടത്. വിഷമിക്കേണ്ട, ആ ബാലനെ ഞാൻ ഉടനെ തന്നെ തപസ്സിൽ നിന്ന് നിവർത്തിപ്പിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ധ്രുവനെ ദർശിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ധ്രുവന് അനുഗ്രഹം നൽകുന്നതിന് വേണ്ടി ഭഗവാൻ മധുവനത്തിലേക്ക് പുറപ്പെടുന്ന രംഗത്തോടു കൂടിയാണ് ഈ അധ്യായം കഴിയുന്നത്. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരി ഓം.